പത്രത്തിൽ ഞാൻ പരസ്യം കണ്ടിരുന്നു, 1ാം സമ്മാനം 1000 രൂപ, 2ാം സമ്മാനം 500 രൂപ. അന്നത് 1000 എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്. ഞാൻ ഡിഗ്രിക്കോ മറ്റോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് 1000 രൂപയ്ക്ക് വലിയ ആവശ്യമുണ്ട്. നോക്കിയപ്പോൾ 1000 രൂപ ചുളുവിൽ കിട്ടാൻ പറ്റുന്ന ഒരു പരിപാടി ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കവിത ചൊല്ലുക എന്നുള്ളതാണ്. ഞാൻ അപ്പം തന്നെ വീട്ടിൽ നിന്നൊരു ബസ്സൊക്കെ പിടിച്ചിട്ട് ചെമ്പഴന്തിയിൽ വന്നിറങ്ങി. രാവിലെ ഒരു പരീക്ഷയ്ക്ക് പോലും നമ്മൾ ചിലപ്പോൾ കൃത്യസമയത്തെ ചെല്ലും. ഇവിടെ മത്സരത്തിന് ഞാൻ വളരെ നേരത്തെ ചെന്നിട്ട് ചെമ്പഴന്തിയിലോട്ട് കയറി നിന്നിട്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മുടെ വർക്കല ശ്രീനാരായണ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. തുറന്നു വെച്ച് വാസുദേവാഷ്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലും താഴോട്ടും താഴേന്ന് മുകളിലോട്ടും ചൊല്ലുകയാണ്. മത്സരം വരുന്നു, മത്സരത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു. ആദ്യത്തെ ആൾ കവിത ചൊല്ലുന്നു, ഞാൻ കേട്ടിരിക്കുന്നു. 2ാമത്തെ ആൾ ചൊല്ലുന്നു, കേട്ടിരിക്കുന്നു. ഇവരൊക്കെ കാണാതെയാണ് ചൊല്ലുന്നത്. ഞാൻ കാണാതെ ചൊല്ലാൻ മാത്രം പഠിച്ചിട്ടില്ല. പുസ്തകം തുറക്കുന്നു. ശ്രീ വാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദകീ ഭയനിവാരണ ചക്രപാണേ ശ്രീവത്സവത്സ സകലാമയ മൂലനാശിൻ ശ്രീഭൂപദേ ഹരഹരേ സകലാമയം മേ. സത്യത്തിൽ ഇങ്ങനെ ചൊല്ലിയ ഒരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാനാണ്. ബാക്കിയുള്ളവരൊക്കെ ശ്രീവാസുദേവ സരസീരുഹ പഞ്ചജന്യ കൗമോദകീ ഭയ നിവാരണ ഞാൻ ആ മട്ടിലല്ല എനിക്ക് ആ കവിത. ആദ്യം ഈ 1000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലി തുടങ്ങിയതെങ്കിൽ ചൊല്ലിപ്പോകെ അതെന്നെ പിടിച്ചു. ശ്രീവാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദകീ ഭയ നിവാരണ ചക്രപാണേ. മത്സരത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പ്രൈസ് ഇല്ല. ഞാൻ വിചാരിച്ചു 3rd പ്രൈസ് ഇല്ല, 2nd പ്രൈസ് ഇല്ല, ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അതുമില്ല. നോക്കിയപ്പോൾ ഈ 3ലും ഇല്ല. അപ്പൊ പിന്നെ മാർക്ക് 4ലും ഇല്ല. അപ്പൊ സ്വാഭാവികമായി എനിക്ക് വിചാരിച്ചു ഇതെന്താണ് കാര്യം. ഞാൻ മെല്ലെ നമ്മുടെ വയൽവാരം വീടിന്റെ അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് ആലോചിച്ചു, എന്തായിരിക്കും ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച രാഷ്ട്രീയം. അപ്പൊ തന്നെ എനിക്ക് പിടിയിട്ട് ജാതിയാണ് പ്രവർത്തിച്ചത്. ഞാൻ സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് കയറിയിട്ട്, ഇതാരാണ് ഇതിന്റെ ആള്? അപ്പൊ അവിടെ ഒരാള്, എന്താ എനിക്ക് തരാത്തത്? ഞാൻ ചൊല്ലിയത് മോശമാണോ? എനിക്കെന്താ തരാത്തത്? അപ്പൊ ഇവിടെ ജാതി ഉണ്ട്. ഞാൻ ഈ ജാതിയിൽ പെടാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ഈ മതത്തിൽ പെടാത്തത് കൊണ്ടല്ലേ? അപ്പൊ അന്നത്തെ സ്വാമി ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു, അല്ല കുഞ്ഞെ, അവരെല്ലാം കാണാതെയാണ് ചൊല്ലിയത്, താങ്കൾ കണ്ടാണ് ചൊല്ലിയത്. കണ്ടു ചൊല്ലുന്നവർക്ക് പ്രൈസ് ഇല്ല. അതൊന്നുമല്ല, ചൊല്ലിയത് ഞാനാണ്. അവരൊക്കെ ചിരപരിചിതമായ ശൈലിയിൽ അങ്ങ് പറഞ്ഞു പോയി. എനിക്ക് ഇതിനും മാത്രമില്ല ദുഃഖം. എന്തെല്ലാം അവകാശവാദങ്ങളായിരുന്നു, എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു. നിരാശയോടെ ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറി. 1-2 ആഴ്ച കഴിഞ്ഞപ്പോ പത്രത്തിൽ അതാ വീണ്ടും വരുന്നു പരസ്യം, വർക്കല ശിവഗിരിയിൽ മത്സരം, പ്രസംഗ മത്സരം. പ്രൈസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കിയില്ല, വെച്ച് പിടിച്ചു വർക്കലയിലേക്ക്. വർക്കലയിൽ വരുമ്പോഴാണ് പ്രസംഗത്തിന്റെ വിഷയം എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഗുരുവിന്റെ ദാർശനികതയെ കുറിച്ചിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ പിന്നീട് എൻ്റെ അപാര സുഹൃത്തായി മാറിയ ഹരികൃഷ്ണൻ നെടുവേലി എന്ന യുവകവി ഉണ്ട് മത്സരത്തിന്. അവൻ എന്തോ വിശാലമായി പഠിച്ചു നിൽക്കുകയാണ്. ഹരികൃഷ്ണൻ പക്ഷെ എനിക്ക് നല്ല ഊർജം തന്നു. അവൻ പറഞ്ഞു, പേടിക്കണം, നമുക്ക് മത്സരിക്കാം. മത്സരം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഗുരുവിനെ പറ്റി എനിക്കങ്ങനെ വലിയ ജ്ഞാനമൊന്നുമില്ല, പക്ഷെ എന്നെ ആരോ പിറകിൽ നിന്ന് തള്ളിത്തരുന്നുണ്ട്. എന്റെ വാക്കുകൾക്ക് പിറകിൽ നിന്ന് ആരോ ഒരു ഊർജം തരുന്നുണ്ട്, നമ്മുടെ തീവണ്ടിക്ക് കൽക്കരി ഇടുന്നത് പോലെ. ഇതാരാണപ്പാ എന്റെ പിന്നിൽ നിന്ന് തള്ളുന്നത് എന്ന് ഞാൻ എൻ്റെ മനസ്സിലൊന്ന് ചിക്കുമ്പോഴുണ്ട്, ആ വിനായകനാണ്. വിനായകോ വിഘ്നരാജ ദ്വൈമാധുര ഗണാധിപൻ പിറകിൽ നിന്ന് തള്ളുകയാണ്. ഈ പറഞ്ഞ വാസുദേവാഷ്ടകത്തിലെ ശ്രീ വാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദകി, ആ വാസുദേവാഷ്ടകം മത്സരത്തിന് വേണ്ടി വായിച്ച് അപ്പോഴേക്കും കാണാപ്പാടം പഠിച്ച് ഞാൻ പ്രസംഗം വാസുദേവാഷ്ടകം കൊണ്ട് അരച്ച് കലകിയെടുത്തു. എനിക്കറിയാമല്ലോ എനിക്ക് കിട്ടില്ല. ഞാൻ വന്ന് നിരാശനായി താഴെ ഇരുന്നിട്ട് ഞാൻ പ്രസംഗിച്ചാൽ തരില്ല. പക്ഷെ അനൗൺസ്മെന്റ് വരുമ്പോ 3rd പ്രൈസ് എനിക്കില്ല. ഇത് നമ്മൾ കണ്ടതാണല്ലോ ചെമ്പഴന്തിയിൽ. 2nd പ്രൈസ് നമുക്കില്ല. ഫസ്റ്റ് പ്രൈസ് പറയുമ്പോൾ എന്റെ പേര് പറയുന്നു. അബദ്ധം പറ്റിയതാണോ വർക്കലയ്ക്ക്? അല്ല, എന്റെ പേര് തന്നെയാണ്. ഞാൻ ശാന്തനായി മെല്ലെ എണീറ്റു. പ്രൈസ് അപ്പോഴില്ല, പിറ്റേ ദിവസം മുഖ്യമന്ത്രിയാണ് തരുന്നത്. എൻ്റെ ഓർമ്മ, അന്നത്തെ മുഖ്യമന്ത്രി ആന്റണി സാറ്
AK ആന്റണി സാക്ഷാൽ സമാധിയിൽ വെച്ചിട്ട് പ്രൈസ് തരുന്നു. അന്ന് എന്ത് കിട്ടിയെന്നൊന്നും ഞാൻ നോക്കുന്നില്ല, ഇതെങ്ങനെ എനിക്ക് കിട്ടി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇതേ ചെമ്പഴന്തിയിൽ, എനിക്ക് പ്രൈസ് തരാത്ത ചെമ്പഴന്തിയിൽ, അല്ലെങ്കിൽ കിട്ടാത്ത ചെമ്പഴന്തിയിൽ, ഗുരുവിന്റെ ജയന്തിയുടെ മുഖ്യപ്രഭാഷകനായി ചെന്ന് നിൽക്കുമ്പോൾ പ്രസംഗം തുടങ്ങിയ സന്ദർഭത്തിൽ എന്റെ പിറകിൽ നിന്ന് ആരോ വീണ്ടും തള്ളുന്നു. ആ ഉന്തലിന്റെ സ്വരം കൊണ്ട് പ്രസംഗം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സത്യത്തിൽ ഗുരു എന്നെ ചേർത്ത് പിടിക്കുകയായിരുന്നു. 1000 രൂപയിലല്ല കാര്യം, നിന്നിലാണ് കാര്യം എന്ന് വാസുദേവാഷ്ടകം കൊണ്ട് എന്നെ കണ്ടെത്തി തരികയായിരുന്നു. എനിക്ക് മനസ്സിലായി, ശ്രീ വാസുദേവ സരസീരുഹ പാഞ്ചജന്യ കൗമോദകി ഭയനിവാരണൻ, അതിലാണ് ഗുരു കിടക്കുന്നത്. ആരാണ് ദൈവം? ദൈവം ഭയത്തെ ഇല്ലാതെയാക്കുന്നയാളാണ്. അല്ലാതെ എന്റെ ദൈവം മറ്റൊരാളെ പേടിപ്പിക്കരുത്, ഞാൻ എന്റെ ദൈവത്തെ കാട്ടി മറ്റൊരാളെ പേടിപ്പിക്കരുത്. എന്റെ ദൈവം നിന്നെ ശിക്ഷിക്കും, നിന്റെ ദൈവം എന്നെ ശിക്ഷിക്കാൻ വരുന്നത് കാണട്ടെ. ഇതല്ല ഗുരുവിന്റെ നയം. ഗുരു പറയുന്നത് ഏത് ദൈവവും ഭയനിവാരണനാണ്, അത് രോഗനാശകാരിയാണ്. എന്നിട്ടുള്ള വരിയാണ്, ആവർത്തിക്കുന്ന വരിയാണ് ഗുരുവിന്റെ ദർശനം. സകലാമയം മേ, സകല ദുഃഖങ്ങളെയും നീ നീക്കിത്തരണേ ദൈവമേ എന്ന പ്രാർത്ഥനയാണ് ശ്രീ വാസുദേവാഷ്ടകത്തിന്റെ കരുത്ത്, അതിന്റെ കൽക്കണ്ടം, അതിന്റെ ഔഷധം എന്ന് മനസ്സിലാക്കി തരാനാണ് 1000 രൂപ എനിക്ക് തരാത്തത്. അന്ന് 1000 രൂപ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു അത്യാഗ്രഹിയും ദുരാഗ്രഹിയും അഹങ്കാരിയുമായി ചെമ്പഴന്തിയിൽ നിന്ന് മടങ്ങിപ്പോകുമായിരുന്നു എന്ന് ഗുരുവിന് അറിയാമായിരുന്നിരിക്കണം. എന്റെ കൂടെ തെറ്റാണ്, പക്ഷെ 1000 രൂപ എനിക്ക് തന്നില്ല. ഇത് ശ്രീനാരായണന്റെ ഫിലോസഫിയാണ്. ഈ ഫിലോസഫിയെ നമുക്ക് ഏതറ്റം വരെ വികസിപ്പിക്കാമെന്നുള്ളത്